ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു പുതിയ പ്രഭാതം നമുക്ക് ദാനമായി തന്ന ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാൽ മതി വരത്തില്ല. ഒരു പ്രഭാത വന്ദനം ഇന്ന് പകലിൽ നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ആരായിരുന്നാലും, ഏത് ജാതി പ്പെട്ടവരായാലും, കറുത്തവരായിക്കോട്ടെ, വെളുത്തവരായിരിക്കട്ടെ, ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, ഏത് വർഗത്തിൽ ജനിച്ചവരായിക്കോട്ടെ, നിങ്ങളെ ഇന്ന് പകൽക്കാലം യേശു സ്നേഹിക്കുന്നു. നിങ്ങളെ യേശുവിന് ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ഇഷ്ടമുണ്ട്. നിങ്ങൾ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ബുദ്ധമതം, ജൈനമതം സ്വീകരിക്കുന്നവരായിക്കോട്ടെ, പക്ഷെ നിങ്ങളെല്ലാവരെയും യേശു സ്നേഹിക്കുന്നുണ്ട്. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ ദൈവമല്ല, ഒരു വ്യക്തിയുടെ ദൈവമല്ല. യേശു സകലരുടെയും ദൈവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാ യേശു പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരും. ക്രിസ്ത്യാനികളെ എൻ്റെ അടുക്കൽ വരുവാൻ എന്നല്ല പറഞ്ഞത്. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. യേശു എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം നിങ്ങളിലൂടെ ചെയ്യുവാൻ എൻ്റെ യേശുവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ അത്ഭുതത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം കേൾക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ മെസ്സേജുകളാണ്. ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തികളും ചെയ്യുന്നു എന്ന് ഞാൻ ദൈവത്താൽ മനസ്സിലാക്കുന്നു. ഇന്ന് പകൽക്കാലവും ദൈവം ഒരു അത്ഭുതമാക്കി നമ്മളെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രം പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ആ യാതന സ്ഥലത്തേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ധനവാന്റെ ലാസറിന്റെ കഥ ഏത് ബൈബിൾ പഠിക്കുന്ന വ്യക്തിക്കും അറിയുവാൻ കഴിയും. അവൻ ധനവാൻ ഈ ലോകത്ത് സുഖിച്ച് ജീവിച്ചവനായിരുന്നു. അവൻ ധൂമവസ്ത്രം ധരിച്ച് അവൻ ആഡംബരത്തോടെ ജീവിച്ചവനായിരുന്നു. പക്ഷേ അവന്റെ വീട്ടിലെ മേശമേൽ വീഴുന്ന ഭക്ഷണം കഴിച്ച് വ്രണം നിറഞ്ഞവനായ ലാസർ മരിച്ചു. അവനും ഈ ലോകത്ത് ജീവിച്ചവനാണ്. ധനവാനും ലാസറും ഈ ലോകത്ത് ഒരുപോലെ ജീവിച്ചു. പക്ഷെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ ലാസർ മരിച്ചു. അബ്രഹാമിന്റെ മടിയിലേക്ക് ദൂതന്മാർ എടുത്തുകൊണ്ടുപോയി. അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവൻ ഭയങ്കരമായ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചതാ. പക്ഷെ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചപ്പോഴും അവൻ ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തില്ല. എന്റെ ദൈവം എന്നെ അത്ഭുതമാക്കി മാറ്റും. എവിടെ മാറ്റിയെന്നറിയാമോ? ഈ ലോകത്തിലല്ല ദൈവം അവനെ മാനിച്ചത്, അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി മാനിച്ചു. അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന നിലവാരത്തിൽ അവൻ ധനവാൻ ഈ ലോകത്ത് നിന്ന് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിൽ യാതന സ്ഥലത്തിൽ വീണ് കിടക്കുന്ന ചിത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവിടെ കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഇതാ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്ന് സന്തോഷിക്കുന്ന ലാസറിനെ കാണുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു അത്ഭുതമായി മാറണമെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയ്ക്കകത്ത് അത് കഷ്ടതയായിക്കോട്ടെ, അത് ദുഃഖമായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, നിന്ദയായിക്കോട്ടെ, പരിഹാസമായിക്കോട്ടെ, ദുഷിയായിക്കോട്ടെ, അവിടെ ഒന്നും മറുപടി പറയാതെ മൗനമായി ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടിട്ട് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഞാൻ ദൈവത്തിന്റെ അത്ഭുതമായി മാറും. ആ ലാസറിനെ പോലെ പിറുപിറുക്കാതെ ആ ധനവാന്റെ വേഷമേൽ വീണ് അപ്പക്കഷണം കഴിച്ചിട്ട് പോലും അവന്റെ വ്രണം പലരും നക്കുമ്പോൾ, ആ വ്രണത്തിൽ പല മേഖലയിലുള്ള വേദനകൾ അനുഭവിക്കുമ്പോഴും അവൻ കുറ്റം പറയാതെ പിറുപിറുക്കാതെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ അവൻ ചെന്ന് വീണ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? അവനെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം എല്ലാ പ്രതികൂലങ്ങളും മറന്നിട്ട് വിളിച്ചു പറ, ഞാൻ ദൈവത്തിൽ ഒരു അത്ഭുതമാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും പെട്ടവളുമാണ്. അങ്ങനെയുള്ള ഒരു ദൈവികമായ ഒരു സമർപ്പണം ഇന്ന് പകൽ നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ. അങ്ങനെ ആ ദൈവിക സമർപ്പണം എന്നെ നിങ്ങളെ അത്ഭുതത്തിലേക്ക് വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.